പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 11/3/2025 അതായത് 3-ാം മാസം 11-ാം തീയതി കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ പേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്കത് ആൻസർ ചെയ്യാം. ഇത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ക്ലർക്ക് എക്സാമാണ്. കാറ്റഗറി നമ്പർ 334/2024. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തത് ഏത്? താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? 4 മാത്രം. അതെന്താണ്? 1930 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തതാണ്. അപ്പോൾ ബന്ധമുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്നൊന്ന് നോക്കാം. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. സിവിൽ നിയമന ലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചതും 1929 ലാഹോർ സമ്മേളനത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? മുമ്പ് ചോദിച്ച ശരിയല്ലാത്തതാണ്, ഇപ്പോൾ ചോദിക്കുന്നത് ശരിയേത്? അത് ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. അതാണ് ഓപ്ഷൻ ഡി. അതെന്താണെന്ന് നോക്കാം. 1939 KPCC പ്രസിഡൻ്റായിരുന്നു ആര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ. അൽ അമീൻ പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നു. ഫോർവേഡ് ബ്ലോക്കിൻ്റെ കേരള ഘടകം പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് 1939 KPCC പ്രസിഡൻ്റായിരുന്നു. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അൽ അമീൻ പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നു. ഫോർവേഡ് ബ്ലോക്കിൻ്റെ കേരള ഘടകം പ്രസിഡൻ്റായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് തെറ്റായത്. ഏതാണ്? 3-ാമത്തെ മാത്രം തെറ്റായതാണ്. അതെന്താണെന്ന് നോക്കാം. സൺ യാറ്റ്സൻ, റഷ്യൻ വിപ്ലവം, അത് തെറ്റായതാണ്. ഇവിടെ തെറ്റായ ജോഡിയാണ് ചോദിച്ചേക്കുന്നത്. സൺ യാറ്റ്സൻ, റഷ്യൻ വിപ്ലവം എന്നാണ്. സൺ യാറ്റ്സൻ റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവാണോ? അല്ല. സൺ യാറ്റ്സൻ ആരാണ്? ആധുനിക ചൈനയുടെ പിതാവാണ്. ഫാദർ ഓഫ് മോഡേൺ ചൈന എന്നറിയപ്പെടുന്നത് സൺ യാറ്റ്സനാണ്. പിന്നെ എന്താണ്? ചൈനീസ് വിപ്ലവത്തിൻ്റെ നേതാവാണ്. ചൈനയിലെ ആദ്യത്തെ പ്രസിഡൻ്റാണ്. പ്രസിദ്ധമായ ത്രിരത്ന സിദ്ധാന്തം അതേതാണ്? മിൻസ, മിൻചു, മിൻഷെങ് എന്ന ത്രിരത്നത്തിൻ്റെ രചയിതാവാണ്. അതായത് അതിൻ്റെ സിദ്ധാന്തം, പ്രസിദ്ധമായ ത്രിരത്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് സൺ യാറ്റ്സനാണ്. പിന്നെ ഗുവോമിൻഡാങ് പാർട്ടി സ്ഥാപിച്ചത് സൺ യാറ്റ്സനാണ്. അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് സൺ യാറ്റ്സനെ കുറിച്ച്. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ട സൺ യാറ്റ്സൻ റഷ്യൻ വിപ്ലവത്തിൻ്റെ അല്ല. എന്താണ്? ചൈനീസ് വിപ്ലവത്തിൻ്റെയാണ്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ ആരാന്ന് നമുക്കൊന്ന് നോക്കാം. ആരാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ? വ്ളാഡിമിർ ലെനിനാണ്. വ്ളാഡിമിർ ലെനിൻ. ഒക്ടോബർ വിപ്ലവമൊക്കെ നയിച്ചത്. ഒക്ടോബർ വിപ്ലവം എന്നാണ് 1917 നടന്നത്. ഒക്ടോബർ വിപ്ലവം നയിച്ചത് ആരാണ്? അത് ലെനിനാണ്. പിന്നെ ഫ്രഞ്ച് വിപ്ലവം, ബാസ്റ്റിലിൻ്റെ പതനം, അത് ശരിയാണ്. റൂസോ സാമൂഹ്യ കരാറ്, WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 സ്ഥാപിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട ശരിയേത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അതെന്താന്ന് നോക്കാം.
മിറത്ത് ഉൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു. ഇതൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ. ഇതൊക്കെ ക്വസ്റ്റ്യനായിട്ട് വരാവുന്നതാണ്. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിൽ എല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ 4 ഓപ്ഷനും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. മിറത്ത് ഉൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു. ആത്മീയ സഭ സ്ഥാപിച്ചു. തുഹ്ഫത്തുൽ മുവഹിദ്ദീൻ എന്ന ഗ്രന്ഥമെഴുതി. തുഹ്ഫത്തുൽ മുവഹിദ്ദീൻ എന്ന ഗ്രന്ഥമെഴുതി. തുഹ്ഫത്തുൽ മുവഹിദ്ദീൻ എന്ന ഗ്രന്ഥം എഴുതിയതാരാണ്? രാജാ റാംമോഹൻ റായ്. സംവാദ് കൗമുദി എന്ന വാരിക തുടങ്ങിയത് രാജാ റാംമോഹൻ റായ്. അപ്പം 4 കാര്യങ്ങൾ പഠിച്ചു. മിറത്തുൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചത് രാജാ റാംമോഹൻ റായ് ആണ്. ആത്മീയ സഭ സ്ഥാപിച്ച രാജാ റാംമോഹൻ റായ് ആണ്. തുഹ്ഫത്തുൽ മുവഹിദ്ദീൻ എന്ന ഗ്രന്ഥം എഴുതിയത് രാജാ റാംമോഹൻ റായ് ആണ്. സംവാദ് കൗമുദി എന്ന വാരിക തുടങ്ങിയത് രാജാ റാംമോഹൻ റായ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്ത ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലഗണനാ ക്രമം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്താണ്? 4, 3, 1, 2 അങ്ങനെയാണ്. 4 മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം. ഓപ്ഷൻ ബി ആണ് 4, 3, 1, 2. നാലാമത്തത് ഏതാണെന്ന് നോക്കാം. മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം അതെന്നായിരുന്നു? 1920 മാർച്ച് 18. നിങ്ങൾ ഈ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ പേപ്പറും പേനയുമായിട്ടിരിക്കണം, പോയിൻറ്റ്സുകൾ എഴുതിയെടുക്കാം. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം 1920 മാർച്ച് 18 ആയിരുന്നു. അത് എങ്ങനെ പറയാം? കോഴിക്കോടാണ് അദ്ദേഹം എത്തിയത്. 1920 മാർച്ച് 18 കോഴിക്കോടാണ് മഹാത്മാഗാന്ധി എത്തിയത്. എന്തിനാണ് വന്നത് കേരളത്തിൽ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഖിലാഫത്ത് നിസ്സഹകരണ സമര പ്രചാരണങ്ങൾക്കായിട്ടാണ് ഗാന്ധിജി കേരളത്തിൽ എത്തിയത്. ഇനി അടുത്ത് 3 എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. ഈ ഡേറ്റുകളും വളരെ പ്രധാനമാണ് കേട്ടോ. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാക്കൾ ആരൊക്കെയാണ്? കെ കേളപ്പൻ, ടി കെ മാധവൻ, പി കെ ശേഖർ, കെ പി കേശവമേനോൻ. ഇനി അടുത്തത് ഏതാണ്? ഒന്നാമത്തത് എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നതെന്നാണ്? 1931 നവംബർ 1. 1 മുതൽ 1932 മെയ് 2 വരെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. നമ്മൾ പറയുമ്പോൾ 1931 എന്നാണ് ഡേറ്റ് പറയണത്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹമാണ് മൂന്നാമതായിട്ടുള്ളത്. ഇനി രണ്ടാമതായിട്ടുള്ളത് ഏതാണ്? ഏറ്റവും ലാസ്റ്റ് എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? 1936 നവംബർ 12. അപ്പോൾ മഹാത്മാഗാന്ധി, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം എന്ന തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അതും ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ ചിത്തിര ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 പ്രഖ്യാപിച്ചത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ കൊടുത്തവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരി. അതേതാണെന്ന് നോക്കാം. 1 ഏതാണ്? നീലദർപ്പൺ ദീനബന്ധുമിത്ര. 3 എന്താണ്? ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. നീലദർപ്പൺ ദീനബന്ധുമിത്രയുടെയും ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയുമാണ്. അപ്പോൾ ഹിന്ദു സ്വരാജ് ആരുടെ പുസ്തകമാണ്? ഹിന്ദു സ്വരാജ് മഹാത്മാഗാന്ധിയുടെ പുസ്തകമാണ്. 1909 ഗുജറാത്തി ഭാഷയിൽ മഹാത്മാഗാന്ധി
ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകം എഴുതിയത്. ഇനി തോട്ട്സ് ഓൺ പാകിസ്ഥാൻ എഴുതിയത് ആരാണ്? തോട്ട്സ് ഓൺ പാകിസ്ഥാൻ ആരുടെ പുസ്തകമാണ്? ഡോക്ടർ BR അംബേദ്കറുടെയാണ്. 1940 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ തോട്ട്സ് ഓൺ പാകിസ്ഥാൻ BR അംബേദ്കറിൻ്റെതാണ്. അപ്പോൾ MN റോയിയുടെ പ്രസിദ്ധമായ പുസ്തകം ഏതാണ്? ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ MN റോയിയുടെ പുസ്തകമാണ്. പിന്നെയോ ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ പോളിറ്റിക്സ്, അത് MN റോയിയുടെയാണ്. റവല്യൂഷൻ ആൻഡ് കൗണ്ടർ റവല്യൂഷൻ ഇൻ ചൈന, അത് MN റോയിയുടെയാണ്. ന്യൂ ഹ്യൂമാനിസം എ മാനിഫെസ്റ്റോ, അത് MN റോയിയുടെയാണ്. പിന്നെ റീസൺ, റൊമാൻറ്റിസം ആൻഡ് റവല്യൂഷൻ, അത് MN റോയിയുടെയാണ്. ഇന്ത്യസ് പ്രോബ്ലം ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ, അത് MN റോയിയുടെയാണ്. അപ്പോൾ MN റോയിയുടെ പ്രസിദ്ധമായ പുസ്തകങ്ങൾ ഇപ്പോൾ പറഞ്ഞ എല്ലാനുമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തത്വശാസ്ത്രം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ തത്വശാസ്ത്രത്തിൻ്റെ പേരാണ് റാഡിക്കൽ ഹ്യൂമാനിസം എന്ന്. ഇനി അടുത്തതിലേക്ക് പോകാം. ഗ്രാനൈറ്റ് ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ഗ്രാനൈറ്റ് ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ സി എന്താണ്? ആഗ്നേയശില. ആഗ്നേയശിലയാണ് ഗ്രാനൈറ്റ്. അടുത്തത്, ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്? ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗോദാവരി. ഗോദാവരിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി. ഗോദാവരിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്? ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദിയാണ്. അതായത് ഗംഗയ്ക്ക് ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ്, രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. ഇതിനെ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നു. ഇതെല്ലാം PSC ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതിനെ ദക്ഷിണ ഗംഗ, ഗോദാവരിയെ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നു. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, അങ്ങനെയാണ്. ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. പോഷക നദികൾ പ്രവണത, ഇന്ദ്രാവതി, മഞ്ഞിരു, സബാരി, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത്രയും മതി അതിനെക്കുറിച്ച്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ആണ്, ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3 എന്നറിയപ്പെടുന്നത് കൊല്ലം കോട്ടപ്പുറം ആണ്. അപ്പോൾ ദേശീയ ജലപാത 1 ഏതാണെന്ന് നോക്കാം. ദേശീയ ജലപാത 1 അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേസ് 1, NW1 എന്നൊക്കെ പറയും. അത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലപാതയാണ് ദേശീയ ജലപാത 1. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദികളാണ് ഈ ജലപാതയിലൂടെ വരുന്നത്. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദികളാണ് ഈ ജലപാതയിലൂടെ വരുന്നത്. നീളം 1620 കിലോമീറ്ററാണ്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. അപ്പോൾ ഇതിലൂടെ ഏതൊക്കെ നദികളാണ്? ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി.
എന്നീ നദികളിലാണ് ദേശീയ ജലപാത 1 എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലപാതയാണ്. ദേശീയ ജലപാത 2 അതായത് നാഷണൽ വാട്ടർവേസ് 2 NW2 എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാന ജലപാതയാണ്. ഇത് ബ്രഹ്മപുത്ര നദിയിലാണ് ദേശീയ ജലപാത 2 ഉള്ളത്. 891 കിലോമീറ്ററാണ് ഈ ജലപാതയുടെ നീളം. ആസാം ആണ് ഇതിൻ്റെ ആസ്ഥാനം. നദി ബ്രഹ്മപുത്ര. അത്രയേ ഉള്ളൂ. ഇനി ജലപാത 3, ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. ദേശീയപാത ജലപാത 3 കുറിച്ച് പറയുമ്പോൾ നാഷണൽ വാട്ടർവേസ് 3 ഓർ NW3 എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രധാന ജലപാതയാണ്. ഇത് പെരിയാറ്, പമ്പ, വേമ്പനാട്ട് തടാകം എന്നിവ ഉൾക്കൊള്ളുന്ന വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു. അതായത് പെരിയാറ്, പമ്പ, വേമ്പനാട്ട് തടാകം എന്നിവ ഉൾക്കൊള്ളുന്ന വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു. 205 കിലോമീറ്ററാണ് നീളം. സംസ്ഥാനം കേരളമാണ്. ആരംഭിക്കുന്നത് കൊല്ലം, അവസാനിക്കുന്നത് കോട്ടപ്പുറം വരെ. ഇപ്പോൾ നദികളും തടാകങ്ങളും പറയുമ്പോൾ ഇത് ഉൾക്കൊള്ളുന്ന നദികൾ പെരിയാറ്, പമ്പ, അച്ചൻകോവിൽ, വേമ്പനാട് തടാകം. അടുത്തത് ദേശീയ ജലപാത 4. ദേശീയ ജലപാത 4 നാഷണൽ വാട്ടർവേ 4 NW4 എന്ന് പറയുന്ന ദേശീയ ജലപാത 4 ഇന്ത്യയിലെ പ്രധാന ജലപാത തന്നെയാണ്. ഇത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്ന ജലപാതയാണ് ദേശീയ ജലപാത 4. നീളം 1078 കിലോമീറ്ററാണ്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി. അത്രയേ ഉള്ളൂ ദേശീയ ജലപാതയെക്കുറിച്ച് പറയാനായിട്ട്. ഇനി അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ലെങ്തി ആയിട്ട് മാറും. ഇത് ആൻസർ മാത്രമല്ലല്ലോ, ഇതിൻ്റെ ഡിസ്കഷൻ കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നോർമൽ ലെങ്തിനേക്കാളും കവിഞ്ഞു പോകും. അതുകൊണ്ട് ഈ 10 ക്വസ്റ്റ്യൻസിൽ ഞാൻ നിർത്തുകയാണ്. അടുത്ത ദിവസം ബാക്കി 10 പറയാം. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ NRSC ആസ്ഥാനം എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ്. NRSC എന്ന് പറഞ്ഞ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ സ്ഥാപിതമായത് 1974 സ്ഥാപിതമായത്. ഇതിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ്, തെലങ്കാന. ഇത് എന്താന്ന് വെച്ചാൽ ഭൂമിയുടെ ദൂര സംവേദന, അതായത് റിമോട്ട് സെൻസിങ് വിവരങ്ങൾ ശേഖരിച്ചിട്ട് അവ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പ്രയോഗിക്കുന്നു. പ്രധാന പ്രവർത്തനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉപഗ്രഹങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റ അനലൈസ് ചെയ്യും. പിന്നെ കാലാവസ്ഥ നിരീക്ഷണം, കൃഷി, ജലവിഭവങ്ങൾ, വനവൽക്കരണം, ഭൂമി ഉപയോഗം തുടങ്ങിയ മേഖലകളിലേക്ക് ഗവേഷണം നടത്തുന്നു. പ്രകൃതി വിപത്തുകൾ എന്ന് പറഞ്ഞാൽ ഭൂകമ്പം, പ്രളയം, ചുഴലിക്കാറ്റ് തുടങ്ങിയവയ്ക്ക് നിരീക്ഷിക്കുകയും അതിന് മുന്നറിയിപ്പ് നൽകുകയൊക്കെ ചെയ്യുന്നു. പിന്നെ GIS സേവനങ്ങൾ ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, ആ സേവനങ്ങളൊക്കെ നൽകുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും ഒക്കെ ദൂര സംവേദന ഡാറ്റ നൽകുന്നു. ഇതിൻ്റെ കൂടുതൽ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം തുടങ്ങി കൃഷി, ജലവിഭവങ്ങൾ, വനവൽക്കരണം, ഭൂമി ഉപയോഗം, അതൊക്കെ ആ മേഖലകളിലൊക്കെ ഗവേഷണം നടത്തി അപ്പോൾ വിവരങ്ങൾ അയച്ചു കൊടുക്കുന്നു. ഇതൊക്കെയാണ് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ. ഇതോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത 10 ക്വസ്റ്റ്യൻസുമായിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.